എല്ലാവർക്കും നമസ്കാരം. ഇനി ഏകദേശം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ കാത്തിരുന്ന ആ റിസൾട്ടിന് വേണ്ടി. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നത്. ആ റിസൾട്ടുകൾ വരുന്ന മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ പടച്ചുവിട്ട കുറേ വാദങ്ങളുണ്ടായിരുന്നു. ആൾക്കൂട്ടം എങ്ങനെ വോട്ടായി മാറും, കരൂർ വിഷയം വന്നപ്പോൾ അവിടുന്ന് ഒളിച്ചോടിപ്പോയ ഒരു പൊളിറ്റിക്കൽ നേതാവ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പോളിംഗ് നടന്നത് ഈ വർഷമാണ്. 85%. ആ 85% പോളിംഗ് നടന്നതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു മണ്ഡലം, അത് നിങ്ങൾ വിമർശിച്ച ആ കരൂരിലാണ്. 93%. മണിക്കൂറുകൾ കാത്തുനിന്ന് അവരുടെ നേതാവിനെ കാണാമെങ്കിൽ തൊട്ടടുത്തുള്ള പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ അവർക്ക് എത്ര സമയം വേണം? കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്തകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ റിസൾട്ടായിരിക്കും മെയ് 4 തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും അവരുടെ ഷോർട്സിലും റീൽസിലും എല്ലാം തളപതിയും TVKയുമാണ്. തമിഴ്നാട്ടിൽ തളപതി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുമോ? പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുണിന്. ഇതിനുള്ള എല്ലാ മറുപടികളും നിങ്ങൾ തിരുത്തി കുറിച്ചുകൊണ്ട് മെയ് 4 ശേഷം നിങ്ങളുടെ വാർത്തകൾ കാണാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ കിങ് മേക്കർ ആകാൻ പോകുന്നു TVKയും തളപതിയും. വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു കൂട്ടുകെട്ടിലൂടെ നിങ്ങളുടെ ഡിബേറ്റിലും ചർച്ചയും ചെയ്യാൻ പോകുന്ന ഒരേ ഒരു പേര് TVK ആയിരിക്കും. ഞങ്ങളുടെ ലീഡറായിട്ടുള്ള തളപതിയുടെ ആയിരിക്കും. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. വെற்றி നിശ്ചയം.